ഓക്കെ, ഞാനൊരു സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂ ആൻഡ് കണ്ടീഷണറാണ് യൂസ് ചെയ്തിരുന്നത്. ഒറ്റ ടേക്ക് പറ്റില്ല. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ചാരി ഇരുന്നൊക്കെയാണ് എടുക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഹെയർ കെയറിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. റീസെൻ്റ്ലി എനിക്ക് കുറച്ച് കമൻറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ പോലത്തെ ഹെയർ ടെക്സ്ചർ ഉള്ളവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ഞാനൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ. ഞാൻ എന്താണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത്, ആഫ്റ്റർ കെയർ എന്തൊക്കെയാണ്, പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ്, അല്ലെങ്കിൽ കുറച്ച് കോമൺലി ഉള്ള ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഒരു കമൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. ഞാൻ ഒരുപാട് വീഡിയോസ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് താമസിയാതെ വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എൻ്റെ ഹെയറിൽ ചെയ്തത് ഹെയർ ബോട്ടോക്സ് ട്രീറ്റ്മെൻ്റ് ആണ്. അത് ഡീപ്പ് കണ്ടീഷനിങ് ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ. അതായത് നമ്മുടെ ഹെയർ ഭയങ്കര ഫ്രിസി ആണെങ്കിൽ അതൊന്ന് റെഡ്യൂസ് ചെയ്യാനും, നമ്മുടെ ഡാമേജ്ഡ് ഹെയറിനെ ഒന്ന് റിപ്പയർ ചെയ്യാനും, കുറച്ചൊന്ന് സ്മൂത്തർ ആക്കാനും ഷൈനി ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡീപ്പ് കണ്ടീഷനിങ് ട്രീറ്റ്മെൻ്റ് ആണ്. ഇത് മറ്റ് ട്രീറ്റ്മെൻറ്റ് പോലെ, അതായത് സ്ട്രെയിറ്റനിങ്ങോ അല്ലെങ്കിൽ പെർമനൻറ്റ് സ്മൂത്തനിങ് ഒക്കെ പോലെ നമ്മുടെ ഹെയർ ടെക്സ്ചറിനെ പെർമനൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യില്ല. ഞാൻ ഈ പ്രോസസ്സ് ഒന്ന് പറഞ്ഞു തരാം. ഞാൻ അവിടെ ചെന്നപ്പോൾ ആദ്യം അവരെൻ്റെ ഹെയർ ഒന്ന് ചെക്ക് ചെയ്തു. അതായത് എന്തെങ്കിലും നേരത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, കൺസേൺ ഉണ്ടോ എന്നൊക്കെയുള്ളത് അവർ ആദ്യം ചെക്ക് ചെയ്തു. അതിനുശേഷം നന്നായിട്ട് ഹെയർ വാഷ് ചെയ്ത് ബ്ലോ ഡ്രൈ ചെയ്തു. അതിനുശേഷമാണ് ബോട്ടോക്സ് ക്രീം അപ്ലൈ ചെയ്തത്. ആ ക്രീം അപ്ലൈ ചെയ്ത് ഒരു 1 hour ഹെയർ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 1 hourന് ശേഷം വീണ്ടും ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്തു. അതിനുശേഷം ഒരു ഫ്ലാറ്റ് അയണിങ് മെഷീൻ വെച്ചിട്ട് എൻ്റെ ഹെയർ ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്തു. പിന്നെ ഒരു 2-3 minutes വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഹെയർ വാഷ് ചെയ്ത് സെറ്റ് ചെയ്ത് വിടുകയാണ് ചെയ്തത്. ഹെയർ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ഹെയറിനെ സ്ട്രെയിറ്റൻ ചെയ്യുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് പിൻ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുമോ എന്നുള്ളത്. ഇത് ആക്ച്വലി മറ്റ് ഹെയർ ട്രീറ്റ്മെൻറ്റ് പോലെ നമ്മുടെ ഹെയർ ടെക്സ്ചർ പെർമനൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യില്ല. ഓക്കെ, നമ്മുടെ ഹെയർ ഭയങ്കര ഫ്രിസി ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ ഹെയർ ടെക്സ്ചർ ഒന്ന് സ്മൂത്ത് ആക്കാനും ഹെൽപ്പ് ചെയ്യും എന്നുള്ളതല്ലാണ്ട് പെർമനൻ്റ് ആയിട്ട് നമ്മുടെ ഹെയർ ടെക്സ്ചർ ചേഞ്ച് ചെയ്യില്ല. ഹെയർ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് എത്ര നാൾ ലാസ്റ്റ് ചെയ്യും എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളുടെ ഹെയർ ടൈപ്പ് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഫോളോ ചെയ്യുന്ന ആഫ്റ്റർ കെയർ അതിനൊക്കെ അനുസരിച്ചിട്ടിരിക്കും. നോർമലി ഒരു 2 to 4 months ആണ് അവർ പറയുന്നത്. പക്ഷേ എനിക്ക് 3 months ആയപ്പോൾ തന്നെ ദേ നന്നായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. 2 months ആയപ്പോൾ തന്നെ ദേ എനിക്ക് റൂട്ട് ഭയങ്കര കേളി ആയിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ദേ ആ ഒരു ടെക്സ്ചറിന് മാറ്റം വന്നിട്ടുണ്ട്. ഒരു 2 to 4 months ആണ് അവർ നോർമലി പറയുന്നത്. പക്ഷേ ഇറ്റ് ഡിപ്പെൻസ് ഓൺ യുവർ ഹെയർ ടൈപ്പ്. ഹെയർ ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എപ്പം നിങ്ങളുടെ ഹെയർ വാഷ് ചെയ്യാം എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹെയർ ബോട്ടോക്സ് ചെയ്ത് എന്നോട് ഒരു 2 days വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടായിരുന്നു. 24 to 48 hours അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യാം. പിന്നെ ഹെയർ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഉടനെ തന്നെ ഹെയർ കെട്ടി വെക്കരുത്. ഒരു 2 days എങ്കിലും ഹെയർ കെട്ടാണ്ട് നോക്കണം. പിന്നെ ഹെൽമെറ്റ് യൂസ് ചെയ്യരുത് എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര പിൻ സ്ട്രെയിറ്റ് ലുക്ക് വേണം എന്നുള്ളവർക്ക് ഈ ഒരു ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കാരണം ഇത് ഓരോ വാഷ് കഴിയും തോറും ബാക്ക് ടു നോർമൽ ആയിക്കൊണ്ടിരിക്കും നമ്മുടെ ഹെയർ. അപ്പം ഒരു വേവി നാച്ചുറൽ ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അതല്ല ഒരു പിൻ സ്ട്രെയിറ്റ് ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിത് സജസ്റ്റ് ചെയ്യില്ല. ഈ ഒരു ഹെയർ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഫോളോ ചെയ്ത ആഫ്റ്റർ കെയർ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തരാം. ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഉടനെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുടി കെട്ടി വെക്കാറുണ്ടായിരുന്നില്ല. പിന്നെ ഹെൽമെറ്റ് യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. പിന്നെ 2 days കഴിഞ്ഞിട്ടാണ് ഹെയർ വാഷ് ചെയ്തത്. അതൊക്കെ ഫോളോ ചെയ്തു. അതിനുശേഷം ഞാനൊരു സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂ ആൻഡ് കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എല്ലാ മാസവും സ്പാ അല്ലെങ്കിൽ പ്രോട്ടീൻ ചെയ്യുമായിരുന്നു. പിന്നെ എക്സസീവ് ആയിട്ടുള്ള ഹീറ്റ് സ്റ്റൈലിംഗ് ഒഴിവാക്കി, അഥവാ എന്തെങ്കിലും രീതിയിൽ സ്റ്റൈൽ ചെയ്യേണ്ടി വന്നാലും ഹീറ്റ് പ്രൊട്ടക്റ്റൻ്റ് യൂസ് ചെയ്യുമായിരുന്നു. ഞാനിത് എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് കമൻസിൽ നിന്നാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പം ഇത് കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു. ഞാൻ വേറെയും വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതിവിടെ ടാഗ് ചെയ്തേക്കാം. അതുകൂടെ കണ്ടു നോക്കൂ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇങ്ങനെ ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നുള്ളവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ഈ വീഡിയോസ്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാഡാ.